കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് ദുബായ് രജിസ്റ്റേർഡ് ആയിട്ടുള്ള GTR മസ്റ്റാങ് ഒക്കെ നിങ്ങൾ കാണാറില്ലേ? നിങ്ങളിങ്ങനെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഡൗട്ട് വന്നാറില്ലേ ഇത് ലീഗലാണോ അതോ ഇത് ഇമ്പോർട്ട് ചെയ്യാൻ ഒത്തിരി കാശ് വേണോ എന്നൊക്കെ? ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്ത കാർസിൻ്റെ ഓണേഴ്സിന് അവരുടെ ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ യൂസ് ചെയ്തത് ഇഷ്യൂ ആണ്. അതുകൊണ്ട് അവരിൽ ഒരാൾ എന്നെ കോൺടാക്ട് ചെയ്ത് പറഞ്ഞുകൊണ്ട് അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് ഒരു സെക്കൻഡ് ഹാൻഡ് മസ്റ്റാങ് മേടിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് 75 ലക്ഷം രൂപ കൊടുക്കണം. അതേസമയം നിങ്ങൾ ദുബായിൽ നിന്ന് ഒരു സെക്കൻഡ് ഹാൻഡ് മസ്റ്റാങ് മേടിച്ചാൽ 15 ലക്ഷം രൂപ കൊടുത്താൽ മതി. ഈ 15 ലക്ഷം രൂപയുടെ കൂടെ ഇമ്പോർട്ട് ഡ്യൂട്ടി ആയിട്ടുള്ള തുച്ഛമായിട്ടുള്ള കാശും കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലോട്ട് കൊണ്ടുവരാൻ പറ്റും. ടെക്നിക്കലി പുറത്തുനിന്ന് ഒരു കാർ നമ്മുടെ രാജ്യത്തോട്ട് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ 125% ടാക്സ് കെട്ടണം. അതായത് 1 കോടിയുള്ള കാറിന് പിന്നെ 1 കോടി കൂടെ കെട്ടിയാൽ മാത്രമേ കൊണ്ടുവരാൻ പറ്റൂ. പക്ഷേ ഇവർ ദുബായ് രജിസ്റ്റേർഡ് ആയിട്ടുള്ള കാർ കൊണ്ടുവരുമ്പോൾ ദുബായ് റെസിഡൻസിന്റെ കാർനെറ്റ് യൂസ് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾക്ക് തുച്ഛമായ കാശിന് 6 മാസം അല്ലെങ്കിൽ 12 മാസത്തേക്ക് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ ദുബായ് രജിസ്റ്റേർഡ് ആയിട്ടുള്ള കാറുകൾ കൊണ്ടുവന്ന് ഇഷ്ടം പോലെ ഓടിച്ച് കറക്കി യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഉണ്ടാക്കി അതേപോലെ മോട്ടോഷോയ്ക്ക് പോയി കാശ് ഉണ്ടാക്കി തിരിച്ചു പോയിട്ട് നിങ്ങൾക്ക് ഇത് വീണ്ടും വിൽക്കാൻ പറ്റും. മോട്ടോഷോയ്ക്കും ടെക്ഫെസ്റ്റിനൊക്കെ ഈ ദുബായ് രജിസ്റ്റേർഡ് കാറുകൾ കൊണ്ടുപോയിട്ട് ക്യാഷ് മേടിക്കുന്നത് ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും ഇല്ലീഗലാണെങ്കിലും പലരും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ റിസ്ക് ചെയ്യുക. 15 ലക്ഷം രൂപയ്ക്ക് മേടിച്ചത് വേണമെങ്കിൽ ഒരു 13-14 ലക്ഷം രൂപയ്ക്ക് പിന്നെ വിൽക്കാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇത് നാട്ടിൽ കൊണ്ടുവന്ന് ചിക്കിളി ഉണ്ടാക്കുകയും ചെയ്യാം, ഫാൻസും ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടാക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് ഈ കാർ ഓടിച്ച് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അപ്പോൾ നിങ്ങളുടെ കാർ ഗൈസ് ആയിട്ടുള്ള ഫ്രണ്ട്സിന് വേഗം തന്നെ വീഡിയോ ഷെയർ ചെയ്തിട്ട് എന്നിട്ട് അവരോട് പറയാം ദുബായ് റെസിഡന്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് ചെയ്യാൻ പറ്റും. Okay, that's it for today. 140 years of learning episode 121. See you in the next video. Bye.